Meet the editors. അനീതിയോട് ശബ്ദിക്കണ്ടേ? ഉണ്ണി ബാലകൃഷ്ണൻ 39ാം ദിവസത്തിലേക്ക് ഈ സമരം കടക്കുകയാണ്. ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ കാണാൻ പോകുന്നുവെന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ജെ പി നദ്ദയെ കാണുന്നതിനുമപ്പുറം ക്യൂബയിലെ ഉപപ്രധാനമന്ത്രിയെ കാണാനാണ് പോയത് എന്ന മട്ടിലുള്ള വാർത്തകൾ വരുന്നു. ഇതുവരെയും ജെ പി നദ്ദ ടൈം കൊടുത്തിട്ടില്ല സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക്. ഇപ്പോഴും 3 പേർ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ സമരം ചർച്ച ചെയ്യുന്ന ഈ ഘട്ടത്തിൽ പോലും അവർ വളരെ പ്രായമേറിയവരാണ്, ഇതേപോലെ സമരങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ആളുകളുമല്ല. അനീതിക്കെതിരെ ശബ്ദിക്കണ്ടേ? നിശ്ചയമായും അനീതിക്കെതിരെ ശബ്ദിക്കണമല്ലോ. ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ തുടക്കം മുതൽ ഞാൻ എടുത്തിട്ടുള്ളൊരു നിലപാട് ഈ സമരം വളരെ ജെന്യൂനായ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ളൊരു സമരമാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് എൻ്റെ നിലപാട്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നും എനിക്ക് പറയാനുള്ളത്. നോക്കൂ, ഇന്നലെ 2 ചർച്ചകളാണല്ലോ നടന്നത്. ആ 2 ചർച്ചകളും സമരക്കാരുമായി നടത്തിയ 2 ചർച്ചകളും പ്രഹസനമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എങ്ങനെയാണ് ആ ചർച്ച നടക്കുന്നത്? ഇന്നലെ രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് അനിശ്ചിതകാല സമരത്തിലേക്ക് പോവുകയാണ്, നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ്, അതുകൊണ്ട് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പറയുന്നു. സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്യുന്നു. ആരാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചർച്ചയ്ക്ക് തയ്യാറായത്? NHMൻ്റെ ഡയറക്ടറാണ് ചർച്ചയ്ക്ക് തയ്യാറായത്. NHMൻ്റെ ഡയറക്ടറുമായിട്ട് സമരക്കാർ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? ഈ കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കേണ്ടത് മന്ത്രിസഭയാണ്, ഞങ്ങൾക്ക് മുമ്പിൽ വഴികളൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കൈമറത്തുകയാണ്. അപ്പോൾ ഈ സമരക്കാർ NHM ഡയറക്ടറോട് എന്താ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് മന്ത്രിയുമായി സംസാരിക്കണം എന്ന് പറയുന്നു. അങ്ങനെയാണ് ആ യോഗം അവസാനിക്കുന്നത്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി സമരക്കാരെ വിളിക്കുന്നു, നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് മന്ത്രി ഇങ്ങനെ സംസാരിക്കാൻ തയ്യാറാകുന്നത്? നമുക്കറിയാമല്ലോ. ഇന്നലെ സമരക്കാർ പ്രഖ്യാപിക്കുന്നത് ഞങ്ങളുടെ 3 നേതാക്കൾ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് എന്നാണ്. അവർ സ്ത്രീകൾ കൂടിയാണ്. സ്വാഭാവികമായിട്ടും കേരളം വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നൊരു സമരവുമാണ്. ആ സമയത്ത് അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സമരത്തിലേക്ക് പോകുന്ന ആളുകളുമായി സർക്കാർ ഒരു കൂടിക്കാഴ്ച നടത്താൻ തയ്യാറാകേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത് സർക്കാരിന് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രിയും മനസ്സിലാക്കുന്നത്, സർക്കാരും മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ചർച്ച നടക്കുന്നത്. ആ ചർച്ചയിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായോ? സമരക്കാർ പറയുന്നൊരു കാര്യം, ഫെബ്രുവരി 10-ാം തീയതി അവർ സമരം ആരംഭിച്ചു. 14-ാം തീയതിയും 15-ാം തീയതിയും 2 ചർച്ചകൾ നടന്നു. ഈ 2 ചർച്ചകളിലും സർക്കാർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് 39ാമത്തെ ദിവസവും ആവർത്തിച്ചത്. എന്താണ് പറഞ്ഞത്? സർക്കാർ വലിയ പ്രാരാബ്ധത്തിലാണ്, ഞങ്ങൾക്കിപ്പോൾ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, പക്ഷേ അനുഭാവപൂർവ്വമായ ഒരു സമീപനമാണ്. അതുതന്നെയാണ് വീണ ജോർജ് പിന്നീട് മാധ്യമ സമ്മേളന വാർത്താലേഖകരോടും പറഞ്ഞത്. എന്താണ് വീണ ജോർജ് പറഞ്ഞത്? ഞങ്ങൾ ഈ കാര്യത്തിലൊക്കെ ഒരു അനുഭാവപൂർണ്ണമായ സമീപനം എടുക്കാൻ തയ്യാറാണ്, പക്ഷേ ഇപ്പോൾ സമരം അവസാനിപ്പിക്കണം. അങ്ങനെ ഒരു സമരം അവസാനിക്കില്ലല്ലോ. നമുക്കറിയാമല്ലോ, CPM ഒരുപാട് സമരം നടത്തിയിട്ടില്ലേ, ഇടതുപക്ഷ മുന്നണി ഒരുപാട് സമരം നടത്തിയിട്ടില്ലേ. സമരം എങ്ങനെ അവസാനിക്കുക? സമരത്തിൽ സമരക്കാർ കുറേ ഡിമാൻഡ് വെക്കും അല്ലേ? ആ ഡിമാൻഡിൽ ചിലതെല്ലാം മീറ്റ് ചെയ്യും, ചിലത് മീറ്റ് ചെയ്യാൻ കഴിയില്ല. അമിക്കബിളായ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഏതൊരു സമരത്തിൻ്റെയും രീതി എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ സമരം അവസാനിക്കുക. ഇപ്പം നമ്മുടെ ചർച്ചയിൽ പറഞ്ഞു, കഴിഞ്ഞ ദിവസവും റോസമ്മ പറഞ്ഞിരുന്നു, ഈ മീറ്റിങ്ങിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവസാനം KP റോസമ്മയാണ് ചോദിക്കുന്നത്, നിങ്ങൾ എത്ര കാര്യം ഉയർത്താൻ തയ്യാറാണ് എന്ന് ചോദിക്കുന്നു. അതാണ് ഒരു ട്രേഡ് യൂണിയൻ സമരത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. 21,000 രൂപയായിട്ട് 7,000 രൂപയിൽ നോണറേറിയം ഉയർത്തണം എന്ന് പറഞ്ഞാൽ 21,000 രൂപയും ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ഒരു സമര സംഘടന അങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുന്നു. അത് കിട്ടിയാൽ നല്ലത്, പക്ഷേ ഒരു നെഗോഷിയേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ആ നെഗോഷിയേഷന് തയ്യാറാകണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ വിലപേശാൻ വന്നതാണോ എന്ന ചോദ്യവുമായി പരിഹസിക്കുകയായിരുന്നു എന്നാണ് അവർ പിന്നീട് മാധ്യമങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് സമീപനം. ഒരു നെഗോഷിയേഷനും തയ്യാറല്ല, ഒരു സെറ്റിൽമെൻറ്റിനും തയ്യാറല്ല, നിങ്ങൾ സമരം അവസാനിപ്പിക്കണം. അങ്ങനെ ഒരു സംഘടനയ്ക്ക് സമരം അവസാനിപ്പിച്ച് പോകാൻ കഴിയുമോ? സാധ്യമല്ല. അപ്പോൾ അവിടെ സർക്കാരിന് രാഷ്ട്രീയമായി വീഴ്ച വരുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, ഈ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് വീണ ജോർജ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഞങ്ങൾ 10 ഡിമാൻഡുകൾ ഉണ്ടായിരുന്നല്ലോ, ഈ 10 ഉപാധികൾ ഉണ്ടായിരുന്നല്ലോ, ആ 10 ഉപാധികൾ എടുത്തു കളഞ്ഞു. ആ 10 ഉപാധികൾ എടുത്തു കളഞ്ഞത് ഒരു വലിയ വിട്ടുവീഴ്ചയല്ലേ എന്നാണ് വീണ ജോർജ് ചോദിക്കുന്നത്. എന്താണ് ഈ പറയുന്ന ഓണറേറിയവും ഈ ഫിക്സഡ് ഇൻസെൻറ്റീവും മറ്റ് ഇൻസെൻറ്റീവ്സും ഒക്കെ കിട്ടുന്നതിനകത്ത് 10 ഉപാധികൾ നേരത്തെ നിലനിന്നിരുന്നു. ആ ഉപാധികൾ കൂടി എടുത്തു കളയണം എന്നുള്ളത് കൂടി ഒരു ആവശ്യമായിരുന്നല്ലോ. എന്താണ് 3 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ തന്നെ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളേ ഉള്ളൂ. ഒന്നെന്താ, 21,000 രൂപയായിട്ട് ഓണറേറിയം വർദ്ധിപ്പിക്കണം. രണ്ടാമത്തെ എന്താ, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ കിട്ടണം. ഇതിലേതെങ്കിലും മീറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇതിൽ എത്രത്തോളം മീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് വീണ ജോർജ്? ഞങ്ങൾ ആ ഉപാധികളെല്ലാം എടുത്തു കളഞ്ഞു. ഈ ഉപാധികൾ എടുത്തു കളഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഓർഡർ ഇറങ്ങിയ ദിവസം CI2ൻ്റെ പ്രതിനിധികൾ വിവിധ ചാനലുകളിൽ നിന്ന് അവകാശപ്പെട്ടത് എന്താണെന്നറിയാമോ? CI2ൻ്റെ പ്രതിനിധികൾ അവരാവശ്യപ്പെട്ട, ഞങ്ങൾ ഒക്ടോബർ 16-ാം തീയതി കഴിഞ്ഞ വർഷം ഈ സമരം നടത്തിയിരുന്നു ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഉപാധികൾ എടുത്തു കളഞ്ഞിരിക്കുന്നത് എന്നൊരു ക്ലെയിം അവർ വെച്ചിരുന്നു അന്ന്. എന്തെങ്കിലും ആകട്ടെ, ഈ ക്ലെയിം ഈ ഉപാധികൾ എടുത്തു കളഞ്ഞപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മളിത് ഇന്നലെ വളരെ വ്യക്തതയോടുകൂടി വീണ ജോർജ് ജനങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 7,000 രൂപ ഈ ഓണറേറിയം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. 3,000 രൂപ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻസെൻറ്റീവാണ്. ആ ഫിക്സഡ് ഇൻസെൻറ്റീവിൻ്റെ 60%
40% കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരും 40% കൊടുക്കുന്നത് നമ്മളുമാണ്. പിന്നീട് വരുന്ന എല്ലാ ഇൻസെൻറ്റീവ്സിനും നമ്മളും ഇതേ തന്നെ അനുപാതമാണ്, 60-40 എന്ന അനുപാതമാണ്. അപ്പം 7,000 രൂപ ഗവൺമെൻറ് ഓഫ് കേരള കൊടുക്കുന്നു, 3,000 രൂപ കേരള ഗവൺമെൻറ്റും പിന്നെ കേന്ദ്ര സർക്കാരും കൂടി കൊടുക്കുന്നു. പിന്നെ വരുന്ന ഇപ്പോൾ പോളിയോ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 75 രൂപ, ഇമ്മ്യൂണൈസേഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ 20 രൂപ, ഈ നിലയ്ക്കൊക്കെയാണ് ഈ 13,500 രൂപ എന്ന് പറയുന്ന കണക്ക് വരുന്നത്. അതിൽ 7-3 10,000 രൂപ ഉറപ്പാണ്. ഈ ഉപാധികൾ എടുത്ത് കളയുമ്പോൾ അതിനോടൊപ്പം തന്നെ താഴത്ത് ഈ ഇൻസെൻറ്റീവിന് പുതിയ ഉപാധികൾ വെച്ചു, ഫിക്സഡ് ഇൻസെൻറ്റീവിന് ഭേദഗതികൾ വരുത്തി. ആ ഭേദഗതികൾ പ്രകാരം പറയുകയാണെങ്കിൽ എന്താ അറിയാം, ഈ ഫിക്സഡ് ഇൻസെൻറ്റീവ്സിൽ 1000 രൂപയൊക്കെ ആയിട്ടാണ് ഒരാൾക്ക് കിട്ടുന്നതെങ്കിൽ പിന്നെ ഓണററിയം 3,500 രൂപ കിട്ടുകയുള്ളൂ. അവിടെ വെട്ടിക്കുറച്ചിലുണ്ടാവും, കൃത്യമായ ഗവൺമെൻറ് ഉത്തരവാണ്. അപ്പോൾ അതിനെതിരായിട്ടും സമരക്കാർ തൃപ്തരല്ല, അതിനെതിരായിട്ടും അവർക്ക് പ്രശ്നങ്ങളുണ്ട്. എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരു നെഗോഷിയേഷന് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. ഞാനൊരു കണക്ക് പറയട്ടെ. ഇപ്പോൾ 21,000 രൂപയാണ് നിങ്ങളിപ്പം അവരാവശ്യപ്പെടുന്നതിനനുസരിച്ചാണെങ്കിൽ 26,125 പിന്നെ ആശാവർക്കർമാരാണല്ലോ കേരളത്തിലുള്ളത്. ഒരു കണക്ക് കൂട്ടി നോക്കിയാൽ എത്ര രൂപയാണ് അധിക ചിലവായിട്ട് സംസ്ഥാന സർക്കാരിന് വരിക? 37 കോടി രൂപയാണ് ഒരു മാസം വരിക. 37 കോടി രൂപയുടെ വർധനയാണ് വരിക. ഇനി 37 കോടി രൂപയുടെ ഈ വർധനയ്ക്ക് പകരം നോക്കൂ, ഒരു നെഗോഷിയേഷൻ നിങ്ങൾ നടത്തി 700 രൂപ എന്നുള്ളത് മാറ്റി ഒരു 500 രൂപയാക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു ദിവസം 500 രൂപയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയാണ് വരുന്നതെന്ന് അറിയാം? ഒരു മാസം അധികമായിട്ട് വരുന്നത് 21 കോടി രൂപ. നോക്കൂ, 26,125 ആശാ വർക്കർമാർക്ക് അവരുടെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ, അവരാവശ്യപ്പെടുന്ന ഓണറേറിയം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ സംസ്ഥാന ഖജനാവിന് ഒരു മാസം വരുന്ന അധിക ചെലവ് 37 കോടിയും ഇനി ഒരു നെഗോഷിയേഷനിലൂടെ 500 മാത്രമായിട്ട് അത് ഉയർത്തുകയാണെങ്കിൽ 21 കോടി രൂപയുമാണ്. നമ്മൾ ഈ 2024-25 ബജറ്റിലെ നമ്മളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഈ പറയുന്ന എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് അറിയാമോ? 1,92,282 കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറാണ്. 1,00,000 അടുത്ത സാമ്പത്തിക വർഷത്തിൽ അല്ലെങ്കിൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 1,92,582 കോടി രൂപയുടെ ബജറ്റാണല്ലോ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഈ 37 കോടിയെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തേ ഒരു വർഷത്തേക്കെന്ന് പറഞ്ഞാൽ 400 കോടി രൂപയാണ് അധികമായിട്ട് വരുന്നത് സർക്കാരിന്. അത് ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 21 കോടിയാണെങ്കിൽ ഒരു 250 കോടി രൂപയാണ് അധിക വർധന വരുന്നത്. ഇതൊരു വലിയ വർധനയാണോ? ഈ ബാധ്യത ഏറ്റെടുക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിയില്ലേ? അത്ര വലിയൊരു ബാധ്യതയായിട്ട് ഞാനിത് കാണുന്നില്ല. മാത്രമല്ല, ഇത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നവുമാണ്. ആ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ പ്രശ്നത്തോടൊക്കെ അനുഭാവപൂർണ്ണമായ സമീപനം എടുക്കേണ്ട ഒരു സർക്കാരാണല്ലോ LDF സർക്കാർ എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഞാനിപ്പോഴും വിചാരിക്കുന്നില്ലെന്നേ, ഈ സർക്കാരിന് ഈ ആശാവർക്കർമാർ ഉന്നയിക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ കരുതുന്നതേയില്ല. അവരുടെ പിന്നെ തൊഴിൽ സ്ഥിതി മെച്ചപ്പെടുത്തണമെന്നും അവർക്ക് കിട്ടുന്ന വരുമാനം മെച്ചപ്പെടുത്തണമെന്നും ആഗ്രഹമുള്ളൊരു സംസ്ഥാന സർക്കാർ തന്നെയാണ് LDF സർക്കാർ എന്നും ഞാൻ വിചാരിക്കുന്നു. പ്രശ്നം എന്താ? ഈ സമരത്തിന് പിന്നിൽ ആര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു? ഈ സമരത്തിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഇതാണ് വഴിമുടക്കി നിൽക്കുന്നത്. ഇതാണ് പ്രധാന പ്രതിസന്ധി. ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന SUCI-ക്കാരാണ്. SUCI-ക്കാർ എക്കാലത്തും ലെഫ്റ്റ് ഫ്രണ്ടിനെതിരായിട്ട് നിലപാടെടുത്തിട്ടുള്ളവരാണ്, CPM-നെതിരായിട്ട് നിലപാടെടുത്തിട്ടുള്ളവരാണ് എന്ന് മാത്രമുണ്ടോ? ഇപ്പം ഞാൻ പറയട്ടെ, SUCI ചെറിയ റോളാണോ പശ്ചിമ ബംഗാളിൽ വഹിച്ചത്? ഈ പറയുന്ന പിന്നെ ആ സർക്കാരിനെ LDF ഈ പറയുന്ന 34 വർഷത്തെ ജ്യോതി ബസുവിൻ്റെയും പിന്നീട് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും ഭരണം, CPM-ൻ്റെ ഭരണം, ഇടതുമുന്നണിയുടെ ഭരണം അവസാനിപ്പിക്കുന്ന കലാപം ഏതാണ്? നന്ദിഗ്രാം കലാപമാണ്. 2007 നന്ദിഗ്രാമിൽ കലാപം ഉണ്ടാകുന്ന ബംഗാളിൽ. ഞാനത് നേരിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് അവിടെ ഓരോ പാർട്ടികളുടെയും റോഡ് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള അവസരം കിട്ടിയിട്ടുള്ള ആളുമാണ്. അപ്പം ഞാൻ 2007 അവിടെ പോകുമ്പോൾ ഞാൻ കാണുന്നുണ്ടെന്നേ ഈ പറയുന്ന മാവോയിസ്റ്റുകളുടെ റോഡ്, SUCI-ക്കാരുടെ റോഡ്, മമതാ ബാനർജിയുമായി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നന്ദിഗ്രാമിൽ വലിയ രീതിയിൽ ആളുകളെ ഇളക്കി വിടുന്നതിനകത്ത് ഈ പാർട്ടികൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ചെറിയൊരു കാര്യമല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം. SUCI-യും മാവോയിസ്റ്റുകളും മമതാ ബാനർജിയും കൂടി ചേർന്നുകൊണ്ട് 34 വർഷം നിലനിന്നിരുന്ന CPM ഇടതുപക്ഷ ഭരണത്തെ ബംഗാളിൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. ആ SUCI-യോട് രാഷ്ട്രീയമായി പൊറുക്കാനൊന്നും CPM-ന് കഴിയില്ല. ഇവിടെ കേരളം എടുത്തു. 2012 TP ചന്ദ്രശേഖരൻ മരിച്ചതിന് ശേഷം 2014 തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അന്ന് RMP ഏത് മുന്നണിയില്ല, SUCI ഏത് മുന്നില്ല, ഇവരൊക്കെ കൂടി ചേർന്നിട്ടൊരു മുന്നണി ഉണ്ടാക്കിയായിരുന്നു. LUF എന്നൊരു മുന്നണി ഉണ്ടായിരുന്നു, ഇടതുപക്ഷ ഐക്യമുന്നണി എന്നാണ് അതിൻ്റെ പേര്. അവർ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തിയിരുന്നു, മത്സരിക്കുകയും ചെയ്തിരുന്നു. ഈ രീതിയിൽ CPM-നെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുന്ന വിഭാഗങ്ങളുമായി ഐക്യപ്പെട്ടിട്ടുള്ള ഒരു പാർട്ടിയായിട്ടാണ് CPM SUCI കണ്ടിട്ടുള്ളത്. അത് ശരിയുമാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അത് ശരിയുമാണ്. ബംഗാളിൽ അത് തെളിയിച്ചതാണ്, കേരളത്തിൽ അവർ തെളിയിക്കാൻ ശ്രമിച്ചതാണ്. കേരളത്തിലൊന്നും നടപ്പാകില്ല. പക്ഷേ ബംഗാളിൽ വേറൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഈ അർത്ഥത്തിൽ തങ്ങളുടെ എതിർചേരിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അത് INTUC-യുടെ ആ പ്രശ്നമില്ലെന്നാണ് ഞാൻ പറയുന്നത്. INTUC-ആണ് ഈ സമരം നടത്തിയിരുന്നതെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല ഇങ്ങനൊരു സമീപനമാണ് ഇവർ എടുക്കുക എന്നുള്ളത്, ഗവൺമെൻറ് എടുക്കുക എന്നുള്ളത്. അതേസമയം SUCI-യെ വളരെ കൃത്യമായി തന്നെ CPM ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രുവായി കാണുന്നുണ്ട്. ആ രാഷ്ട്രീയത്തെ പ്രധാന ശത്രു രാഷ്ട്രീയമായി കാണുന്നുണ്ട്.
അവരുടെ രാഷ്ട്രീയ അജണ്ടകളെ സംശയത്തോടെ നോക്കുന്നുണ്ട്. സ്വാഭാവികമായും അവർ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഭാഗം നടത്തുന്ന സമരത്തോട് നിശ്ചയമായും CPM ഇങ്ങനെ ഒരു സമീപനം എടുക്കും. അതുകൊണ്ടാണ് ഈ വിജയരാഘവൻ പറയുന്നതേ 400 500 അവരൊന്നും ആശമാരല്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞത് 400 450 ആശാവർക്കർമാർ മാത്രമാണ് ആ സമരത്തിൽ പങ്കെടുക്കുന്നത്, ബാക്കിയുള്ളവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. വിജയരാഘവൻ പറഞ്ഞവർ ആശമാർ തന്നെയല്ല, ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ കാശും ചോറും ഒക്കെ കൊടുത്തിട്ട് അവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നു. മറ്റൊരു അജണ്ട ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു എന്താണ്, SUC മാത്രമല്ല ഇക്കാര്യത്തിനകത്ത് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന SDPയും ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് പറയുന്നു. അപ്പോൾ ഈ ആശാ വർക്കർമാർക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന 232 രൂപയോ 290 രൂപയോ എത്ര ആയിക്കോട്ടെ, നമ്മുടെ സംസ്ഥാനത്ത് 700 രൂപ മിനിമം വേതനമാക്കുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം മാനിഫെസ്റ്റോയിൽ പറഞ്ഞ ആളുകളാണ് LDF. എന്തുകൊണ്ടാണ് മിനിമം വേതനം 700 രൂപയാക്കുമെന്ന് പറഞ്ഞത്? മിനിമം വേതനം 700 രൂപ ആയിരിക്കണം. ഈ സംസ്ഥാനത്ത് ജീവിക്കണമെങ്കിൽ ഒരാൾക്ക് പണിയെടുത്താൽ ഒരു കുടുംബത്തെ പോറ്റാൻ അത്രയും പൈസയെങ്കിലും കിട്ടണമെന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രകടന പത്രികയിൽ 2021 മിനിമം വേതനം 700 രൂപയാക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 232 രൂപ 235 രൂപ അല്ലെങ്കിൽ 250 രൂപ എന്ന് പറയുന്നത് ആർക്കും ഇവിടെ ജീവിക്കാൻ ഒരു ദിവസം തികയാത്ത പൈസയാണെന്ന കാര്യത്തിൽ LDFന് സംശയമൊന്നുമില്ലല്ലോ, ഈ സർക്കാരിന് സംശയമൊന്നുമില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സമരത്തോട് ഇങ്ങനൊരു സമീപനം എടുക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അധിക ബാധ്യത, വലിയൊരു ബാധ്യതയൊന്നും സാമ്പത്തികമായി വലിയൊരു ബാധ്യതയൊന്നും കൊണ്ടുവന്ന് സർക്കാരിൻ്റെ തലയിൽ ഇടാൻ പോകുന്നില്ല. അപ്പോൾ ഈ പ്രശ്നത്തെ വളരെ എന്താ പറയുക ലളിതമായി പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നേരത്തെ അതിന് ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതിരിക്കുന്നതിൻ്റെ തടസ്സമായി ഞാൻ കാണുന്നത് ഈ സമരത്തിൻ്റെ രാഷ്ട്രീയത്തെ ഒരു എന്താ പറയുക അപകടകരമായ രാഷ്ട്രീയമായി CPM കാണുന്നു. ആ അപകടകരമായ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുടെ സമരം എന്ന് പറയുന്നത് LDFനെതിരായിട്ടുള്ള LDF സർക്കാരിനെതിരായിട്ടുള്ള ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അജണ്ടയുടെ ഭാഗമായി കാണുന്നു. അങ്ങനെ ഒരു സമരത്തോട് വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നാണ് LDFൻ്റെ തീരുമാനം. പക്ഷേ ആ തീരുമാനം എന്ന് പറയുന്നത് എത്രത്തോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശരിയാണ് എന്നൊരു സംശയം കൂടി ഞാൻ ഉന്നയിക്കുന്നു. കാരണം ഇത് ഇന്ന് നമുക്കറിയാമല്ലോ, എത്ര ദിവസമായിട്ട് നമ്മളിത് ചർച്ച ചെയ്തു. മാത്രമല്ല കഴിഞ്ഞ 39 ദിവസത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു 20 ദിവസമെങ്കിലും മാധ്യമങ്ങളുടെ എല്ലാ പ്രൈം ടൈം ചർച്ചകളിലും ഈ വിഷയമാണുള്ളത്. എന്ന് മാത്രമല്ല രാവിലെ മുതൽ രാത്രി വരെ ഇതിൻ്റെ ലൈവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലൊരു അഭിപ്രായ രൂപീകരണം നടത്താൻ ഇടയാക്കും. പ്രധാനമായും അത് പ്രായമായ സ്ത്രീകൾ, പ്രത്യേകിച്ച് നിരാഹാര സമരത്തിലേക്ക് പോകുന്ന സ്ത്രീകൾ, അവർ നിരാഹാരം കിടക്കുന്നു എന്നൊരവസ്ഥ നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നിരാഹാരം കിടക്കുന്നു എന്നുള്ള പ്രശ്നം. അപ്പോൾ ഈ കാര്യങ്ങൾ കേരളത്തിലെ പൊതുബോധത്തിൽ ഒരു നെഗറ്റീവായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ രാഷ്ട്രീയത്തെ തിരിച്ചറിയണം സർക്കാർ, ആ രാഷ്ട്രീയത്തെ തിരിച്ചറിയണം ഭരിക്കുന്ന മുന്നണി LDF. അങ്ങനെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അതൊരു വലിയ വീഴ്ചയാകും. ഇത് 400 പേരുടെ സമരം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലളിതവൽക്കരിക്കാം. 2% മാത്രമാണ് ആശാവർക്കർമാരിൽ, ആകെയുള്ളവരിൽ 2% മാത്രമാണ് അവിടെ സമരം ചെയ്യുന്നതെന്ന് പറയാം. പക്ഷേ ചെറിയ സമരങ്ങൾ പോലും, പ്രത്യേകിച്ച് സ്ത്രീകൾ തെരുവിലിറങ്ങി നടത്തുന്ന സമരങ്ങൾ, അവരവരുടെ ജീവിത പ്രശ്നവുമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, അത്തരം കാര്യങ്ങളോട് മുഖം തിരിഞ്ഞു നിന്നാൽ അത് നെഗറ്റീവായൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. യാതൊരു സംശയവും വേണ്ട, അത് പൊതുബോധത്തിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സർക്കാരിനും LDFനും രാഷ്ട്രീയ വീഴ്ച സംഭവിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക്. അനീതിയോട് ശബ്ദിക്കേണ്ടേ എന്നാണ് ചോദ്യം. ആശാവർക്കർമാരുടെ സമരം 39ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സ്മൃതി, അനീതിയോട് ശബ്ദിക്കണം. അനീതിയോട് നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ 39ാം ദിവസവും വരെയും നമ്മുടെ പിന്തുണയുണ്ട്. ഈ സമരം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ഞാൻ എടുക്കുന്ന ചർച്ചകളിലും ആ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഈ സമരം എന്തിന് ആരോട് ചെയ്യണമെന്ന് ഞങ്ങൾ നിശ്ചയിക്കും. സമരമുദ്രാവാക്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരും. ആരൊക്കെ സമരത്തിന് നേതൃത്വം നൽകണമെന്ന് ഞങ്ങൾ പറയും. അങ്ങനെയാണെങ്കിലേ അത് സമരമാവുകയുള്ളൂ. അല്ലാത്തതൊക്കെ അരാജക സമരമായിരിക്കും, കുത്തിത്തിരിപ്പ് സമരമായിരിക്കും, 26,000-ൽ വെറും 450 പേർ പങ്കെടുക്കുന്ന സമരമായിരിക്കും, ക്യാഷും ഭക്ഷണവും വാങ്ങി വെറുതെ ഇരിക്കുന്നവരുടെ സമരമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കാം. ഈ അധിക്ഷേപമാണ് ഇത്രയും ദിവസം ഈ ആശാവർക്കർമാർ കേട്ടുകൊണ്ടിരുന്നത്. SUCI നേതൃത്വം നൽകുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ആവശ്യമില്ലാതാകുന്നില്ല, അവരുടെ ആവശ്യം മോശമാകുന്നില്ല. അവരെ ഈ ചർച്ചയ്ക്ക് വിളിച്ച 2 ചർച്ചകളുടെ കാര്യവും പറഞ്ഞല്ലോ. 3 ചർച്ചകളാണ് നടന്നത്. തുടക്കത്തിലൊരു ചർച്ച പറഞ്ഞു. ഈ പറയുന്ന ആരോഗ്യമന്ത്രി പറയുന്നു 10 മാനദണ്ഡങ്ങൾ മാറ്റിയല്ലോ, അത് നിങ്ങളുടെ ഒരു ആവശ്യം അംഗീകരിക്കലാണല്ലോ. അതൊരു വസ്തു പറയും. മറ്റൊരു വസ്തു പറയും ഈ 10 മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ആലോചന നടത്തിയിരുന്നു, ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമാണ്. അപ്പോൾ നിങ്ങളുടെ സമരം കൊണ്ടുണ്ടാക്കിയ തീരുമാനമല്ല, അതിനു മുൻപ് തന്നെ ഞങ്ങളിത് ആലോചിച്ചിരുന്നു എന്ന രൂപത്തിൽ ഒരു സ്ഥലത്ത് പറയും. മറ്റൊരു സ്ഥലത്ത് കുറച്ച് പ്രതിസന്ധിയിലാകുമ്പോൾ ഈ ആവശ്യം അംഗീകരിച്ചല്ലോ, നിങ്ങളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം ഞങ്ങൾ നിൽക്കുന്നു, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, കേന്ദ്രം തരണം, ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന് പറയും. ഇതാണ് ആരോഗ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ചർച്ച 2 തരത്തിൽ നടന്നു. ആദ്യം ഉദ്യോഗസ്ഥലത്തിലുള്ള ചർച്ച നടന്നു. രണ്ടാമത്തെ ചർച്ച ആരോഗ്യമന്ത്രി വിളിച്ചു വരുത്തിയ ചർച്ച. ചർച്ചയ്ക്ക് മുന്നേ അവിടെ ഈ ആശാവർക്കർമാരുടെ ലിസ്റ്റ് മന്ത്രി കൈവശം വച്ചിരിക്കുകയാണ്.
അതിൽ സമര നേതാക്കളുമായി മന്ത്രി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സമര നേതാക്കളുടെ പേര് വിളിച്ച് റോസമ്മ തന്നെ പറയുന്നു ചർച്ചയിൽ, റോസമ്മയുടെ പേര് വിളിക്കുന്നു. റോസമ്മയ്ക്ക് 14,000 ശിഷ്ടം പൈസ കിട്ടിയിട്ടില്ലേ എന്ന് പറയുന്നു. കിട്ടിയിട്ടുണ്ടെന്ന് റോസമ്മ പറയുന്നു. അതാണ് കിട്ടിയിട്ടുണ്ട് എന്നിട്ടാണ് പറയുന്നത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് എനിക്ക് കിട്ടുന്നത് മാസാമാസം കിട്ടുന്നില്ല, പല മാസം കൂടി 4-5 മാസം കൂടുമ്പോഴാണ്. ഈ ഓണറേറിയം മാത്രമായിട്ടല്ല, ഇൻസെൻറ്റീവും ഓണറേറിയം കൂടിയിട്ടാണ് ആ തുക കിട്ടിയിരിക്കുന്നത്. എല്ലാ മാസം കൃത്യം അവർക്ക് ഈ പറയുന്ന 232 എന്ന തുക കിട്ടാറില്ലെന്നേ. 232 എന്ന് പറയുന്ന വലിയ തുക അല്ല എന്ന് പറയുമ്പോഴും എല്ലാ മാസവും അത് കിട്ടുന്നില്ല. ഇൻസെന്റീവും എല്ലാ മാസവും കിട്ടുന്നില്ലേ? ഒരുമിച്ച് കിട്ടുക എന്ന് വെച്ചാൽ ഇവർ എന്താണ് ജോലി ചെയ്യുന്നത്? രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്നവർക്ക് എല്ലാ മാസവും തുടർച്ചയായി കിട്ടുന്നില്ല, കിട്ടുമ്പോൾ അരിയറായിട്ടാണ് കിട്ടുക. അങ്ങനെയല്ലല്ലോ അവർ ജോലി ചെയ്യുന്നത്. അവരെ തൊഴിലാളികളാണല്ലോ. തൊഴിലാളികളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ഏത് തൊഴിലിന് പോകുമ്പോഴും ഈ നിത്യതൊഴിൽ ചെയ്യുന്നവർക്ക് അന്നന്ന് കൂലി കിട്ടുകയാണ്. ആ കൂലിയാണ് അവർ പറയുന്നത്. അതിലാണ് ഇവർ വാദിക്കുന്നത്. 232 അല്ല, അത് 391 വരെ കിട്ടിയിട്ടുണ്ടെന്ന്. എത്ര കണക്കിലാണ് അവർ ഒരു കൃത്യമായ കണക്ക് വയ്ക്കുന്നതെന്ന് ആലോചിച്ചു. 391 കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് വരെ വാദിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എന്താണ് ചെയ്യുന്നത്? ഈ സമര നേതാക്കളുടെ പേരിനടിയിൽ പച്ച മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്യുകയാണ് മന്ത്രി. അതിനുശേഷം മന്ത്രി ഓരോരുത്തരുടെയായി പറയുന്നു, ഈ സമര നേതാക്കളുടെ ഒക്കെ ലിസ്റ്റ് എടുക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം, ഇന്നത്തെ ദിവസം സൈബർ സഖാക്കൾ ഈ ലിസ്റ്റ്, ഈ പച്ച മാർക്ക് ചെയ്ത കടലാസ് ഇങ്ങനെ പുറത്തേക്ക് വിടുകയാണ്. അതെങ്ങനെയാണ് മന്ത്രി ഒരു ചർച്ചയ്ക്ക് ഉപയോഗിച്ച കടലാസ് പുറത്തേക്ക് വരുന്നത്? ഒരു ചർച്ച ഇവരുമായി നടത്തുന്നത്, ഈ സമരം പിൻവലിക്കാൻ അവരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുകയാണെങ്കിൽ ഇതങ്ങ് എറിഞ്ഞു കൊടുക്കുന്നത് എന്തിനാണ്? അപ്പോൾ ഈ സമരത്തെ തകർക്കുക, സമരത്തെ ഇകഴ്ത്തുക എന്ന് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്നലെ വിജയരാഘവൻ്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതിനു മുമ്പ് MV ഗോവിന്ദൻ നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതാണ് അവിടെ നടക്കുന്നത്. ഇനി SUCയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ SUCI ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ കാര്യമാണ് പറയുന്നത്. കേരളത്തിൽ 50 വർഷമായി അല്ലേ ഈ സംഘടന ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, 54 വർഷമായി. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ B ടീമാണ്, അതായത് BJPയുടെ B ടീമാണ് എന്നാണ് SUCIയെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അറിയാവുന്ന കാര്യമാണ്. യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാധാരണഗതിയിൽ ചാൻസലർക്കാണ് അന്തിമമായി പരാതി നൽകുക. സർക്കാരുമായി ബന്ധപ്പെട്ടും ഒക്കെ പരാതി ഉണ്ടാകുമ്പോൾ ചാൻസലർക്കാണ് കൊടുക്കുക. ചാൻസലർ ഗവർണർ തന്നെ ആകുന്നു എന്നുള്ളത് ഇവിടുത്തെ ചട്ടമാണ്. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു. കോടതി തീരുമാനിക്കട്ടെ. അതല്ലാതെ ചാൻസലർ അല്ലാണ്ട് വേറെ ആരെ കാണും? അപ്പോൾ ചാൻസലറുടെ അടുത്ത് പരാതി നൽകി കഴിഞ്ഞാൽ ഉടനെ BJPയുടെ B ടീമാണെന്ന് പറയുക. ഇതൊരു കാര്യം. ഈ പറഞ്ഞതുപോലെ പശ്ചിമ ബംഗാളിൽ നന്ദിഗ്രാമിൽ നടന്ന വലിയ പ്രക്ഷോഭത്തിൽ SUCI മുന്നിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. അവസാനം നന്ദിഗ്രാമിന് ശേഷം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതും നമുക്കറിയാം. അവിടുത്തെ ഇടതു ഭരണം തുടച്ചു നീക്കപ്പെട്ടു എന്നുള്ളത് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ SUCI എന്നൊരു സംഘടനയെ പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ ഇകഴ്ത്തുന്നവർ ഇവിടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കുന്ന സമീപനം എന്താണ് എന്ന് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇനി ആരോഗ്യമന്ത്രി വളരെ പെട്ടെന്ന് ഇന്നലെ പറയുകയാണ്, ഇനി കേന്ദ്രത്തിലേക്ക് ഞാനിതാ സംസാരിക്കാൻ പോകുന്നു. ഈ പറയുന്ന ഈ 26,000-ൽ 2% പറയുന്ന തുച്ഛമായ ഈ സമരത്തിന് ഇരിക്കുന്നവരെ പരിഹസിച്ചുകൊണ്ട് പറയുന്ന കണക്കുണ്ടല്ലോ, ആ കണക്ക് വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ടാണ് കേന്ദ്രത്തിൽ പോയിരിക്കുന്നത്. കേന്ദ്രത്തിൽ പോവുകയാണെന്ന് പറയുന്നു. അവിടെ പോയിട്ട് ആരുമായിട്ടാണ് ചർച്ച നടത്തിയത് നമ്മൾ കണ്ടല്ലോ. സമയം പോലും തേടാണ്ടാണ് അവിടെ പോയിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് കാണാമെന്നും പറഞ്ഞു വരികയാണ്. അപ്പോൾ ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? ഇപ്പോൾ തലക്കെട്ട് വരുന്നു, കേന്ദ്രമന്ത്രിയെ കാണാൻ ഇവിടെ ആരോഗ്യമന്ത്രി പോകുന്നു. അവിടെ പോയിരിക്കുന്നത് ക്യൂബൻ സംഘത്തെ കാണാനായിരുന്നു. ക്യൂബൻ സംഘത്തെ കണ്ട് മന്ത്രി തിരിച്ചു വരികയാണ്. അപ്പോൾ വേറൊരു ദിവസം സമയം തേടി എന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് ഇവിടെ LDFിലെ മറ്റു പാർട്ടികളും ഘടകകക്ഷികളും ആവശ്യപ്പെടുന്നുണ്ടല്ലോ ഈ സമരത്തിൽ ചർച്ച വേണമെന്ന്. ആ ചർച്ച ഏത് തരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അധിക്ഷേപം അതിൻ്റെ അങ്ങേ തലക്കിലാണ്. അത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എല്ലാ കാലത്തും CPM-ഉം CITയും ഒന്നും നടത്താത്ത സമരങ്ങളെ അധിക്ഷേപിച്ചേ സംസാരിച്ചിട്ടുള്ളൂ. നമ്മുടെ മുന്നിൽ ചരിത്രമുണ്ട്. CK ജാനുവിൻ്റെ നിൽപ്പ് സമരം, മുത്തങ്ങ സമരം CPM ഏറ്റെടുത്ത് എപ്പോഴാണ്? വെടിവെപ്പുണ്ടായതിനു ശേഷമാണ്. അതുവരെ ആ രൂപത്തിലല്ല അതിനെ കണ്ടിരുന്നത്. പിന്നെ ചെങ്ങറ സമരത്തിനോട് VS സർക്കാർ ചെയ്ത സമീപനം നമുക്കറിയാം. ആ സമയത്ത് ആ ചെങ്ങറ ഭൂമിയിലേക്ക് അവിടേക്ക് പോകരുത്, അവർക്ക് ഭക്ഷണം എത്തിക്കരുത്, അവർ കള്ളന്മാരാണെന്ന് പറഞ്ഞ സമീപനമാണ് അന്ന് VS സർക്കാർ എടുത്തിരുന്നത്. അപ്പോൾ VS സർക്കാർ പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളിലും തൊഴിലാളികൾക്ക് അനുകൂലമായി നിന്നിട്ടുണ്ടെങ്കിലും സമരങ്ങളോടുള്ള ഇവരുടെ പൊതു സമീപനം ഇതാണ്. ഭൂസമരമായാലും പരിസ്ഥിതി സമരമായാലും വിഷ മലിനീകരണത്തിനെതിരായ സമരമായാലും എന്ത് സമരമായാലും ഞങ്ങൾ നടത്താത്ത സമരങ്ങളെല്ലാം മോശം സമരമാണ്, അത് അരാജക സമരമാണ് എന്ന സമീപനമാണ് CPM ആയാലും സർക്കാരായാലും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മുഖ്യമന്ത്രി LDFിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കേന്ദ്രവിഹിതം കൂട്ടട്ടെ, ആനുപാതികമായി ഇവിടെ കൂട്ടാമെന്ന്. ഇൻസെൻറ്റീവ് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇൻസെൻറ്റീവ് കൂട്ടേണ്ടതുണ്ട്. ഇവരിവിടെ സമരം നടത്തുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ നഡ്ഡ അത് കൂട്ടാമെന്നൊരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് അത് പറയുമെങ്കിലും ചെയ്തല്ലോ. ഇവിടെ എത്ര കൂട്ടാം? ഈ പറഞ്ഞ മാതിരി റോസ്മ പറയുന്നുണ്ടല്ലോ, ചർച്ചയിൽ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ എത്ര കൂട്ടും എന്ന് ചോദിക്കുമ്പോൾ പരിഹസിച്ച് ചിരിക്കുകയാണത്രേ. പിന്നെ എന്തിനാണ് വിളിച്ചു വരുത്തിയത്? കൂട്ടാനല്ലെങ്കിൽ നിങ്ങൾ സമരത്തിൽ നിന്ന് സമരം നിർത്തി പോകൂ എന്ന് പറയാനാണെങ്കിൽ എന്തിനാണ് അവരെ വിളിക്കുന്നതെന്നേ?
ഇങ്ങനെയല്ലല്ലോ കാണേണ്ടത്. ഇന്നിപ്പോൾ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അവിടെ പോയിരിക്കുന്നു. ശരി, പ്രതിപക്ഷം സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. INTUC എവിടെയെന്നാണ് ചോദ്യം. INTUC വരുന്നില്ലെങ്കിൽ വരണ്ടാന്നേ. INTUC നേതാവൊക്കെ പല സമയങ്ങളിലും സമരങ്ങളുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള ഇരട്ടത്താപ്പും സ്വന്തം ശരീരം രക്ഷിക്കാൻ വേണ്ടി എടുത്ത നിലപാടൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് INTUC നേതാവ് ചന്ദ്രശേഖരൻ എടുക്കുന്ന നിലപാടൊന്നുമല്ല ഇവിടെ ഏറ്റവും പ്രധാനം. ഇവിടെ സ്ത്രീകളാണ് സമരത്തിലുള്ളത്. ഇന്ന് KG താര ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളാണ്, ഞാൻ ഇടതുപക്ഷത്തിനല്ലാതെ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. ഇവിടെ RSS നടത്തുന്ന വിഭജന രാഷ്ട്രീയത്തിനെതിരെ CPM-നൊപ്പം നിന്നിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ആ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ ഇടതുപക്ഷമല്ലാതായിരിക്കുന്നു. ഞാൻ ഇവർക്കൊപ്പമാണ്. ഇവരെ വെയിലത്തും മഴയത്തും നിർത്തുമ്പോൾ നിങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന വിരലുകൾ നിങ്ങൾ കണ്ടില്ലെന്ന് അടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് KG താര പറഞ്ഞത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ സമരം അങ്ങനെ നീളും, ശക്തമാകും, മുറുകും, വലിയ പിന്തുണ ലഭിക്കും. സമരത്തിന് കീഴടങ്ങേണ്ടി വരും സർക്കാരിന്. ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. INTUC-യും CIT-യും സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാത്ത ഈ സമരം യഥാർത്ഥത്തിൽ അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയത്തെ കൂടി ചർച്ച ചെയ്യണമെന്നാണ് ഞാൻ കരുതുന്നത്. ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ ആവശ്യം ന്യായമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതെന്തുകൊണ്ടാണ് CIT-യും INTUC-യും ആ സമരത്തിൽ ഒരുമിച്ച് ഇവർക്കൊപ്പം ചേരാത്തത് എന്നാണ് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ വിഷയത്തിൻ്റെ സമരത്തിലെ മുദ്രാവാക്യങ്ങൾ ഏകപക്ഷീയമായി പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇതാദ്യം മുതൽ ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ നിലപാടാണ്. ആ നിലപാട് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ സ്മൃതി പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങാം. INTUC വരണ്ടെങ്കിൽ വരണ്ടെന്നേ. ശരി, INTUC-ക്ക് പകരം ആരാണ് SUC-യുടെ ഈ സമരത്തെ പിന്തുണ ചെയ്യുന്നത് എന്ന് നോക്കൂ. BMS ആണ്. ഭാരതീയ മസ്ദൂർ സംഘ് എന്ന് പറയുന്ന സംഘടനയാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP എന്ന പാർട്ടിയുടെ സംഘടനയാണ് SUC-ക്കൊപ്പം ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ. BMS 4-ാം തീയതി 4/3/2025 വീണ ജോർജിന് കൊടുത്തിരിക്കുന്ന ഒരു കത്തിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ഇടയിലുള്ള ദ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് ലെഡ് ബൈ BMS വിൽ ബി കമ്പൽഡ് ടു ഗോ ഓൺ ആൻ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് SUC-യുടെ സമരപ്പന്തൽ വരുന്നത്. ഈ SUC-യുടെ സമരപ്പന്തലിൽ അഥവാ SUC BMS-ൻ്റെ സമരപ്പന്തലിൽ വന്നത് കേന്ദ്രമന്ത്രി അവർക്ക് ഇൻസെൻറ്റീവ് കൂട്ടിക്കൊടുക്കുന്നത് ഓഫർ ചെയ്യാനായിരുന്നില്ല. പകരം അവിടെ BMS-ൻ്റെ തൊഴിലാളികളിൽ ഈ സംഘടനയിലേക്ക് പ്രവർത്തകരെ കൂടി ക്യാമ്പയിൻ ചെയ്യാനായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. ഈ രാഷ്ട്രീയം നമ്മൾ കാണാതെ പോകരുത്. എന്നാൽ അതേസമയം അവരുടെ ആവശ്യം ന്യായമാണ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം, കേരളത്തിൽ ഒരാൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള തുക ഈ ആശാ വർക്കർമാരുടെ ഒണേറിയം പ്ലസ് ഇൻസെൻറ്റീവിൽ നിന്ന് കിട്ടുന്നില്ല. നമ്മുടെ മുന്നിൽ ചില കണക്കുകളുണ്ടല്ലോ. ഇന്നിപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്ന തങ്കമണിയുടെയും ഷീജ ആറിൻ്റെയും ബിന്ദുവിൻ്റെയും കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ബിന്ദുവിൻ്റെ കണക്ക് എൻ്റെ കയ്യിലില്ല. കാര്യം ബിന്ദു ആശാ വർക്കർ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരൊരു SUC-യുടെ നേതാവ് മാത്രമാണ്. പക്ഷേ ഒരു നേതാവിന് ഒരു ട്രേഡ് യൂണിയൻ്റെ അമരത്തിരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അക്കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായവുമില്ല. ഇനി ഷീജയിലേക്ക് വന്നാൽ, പുതുക്കുറിച്ചി FHSC-യുടെ പരിധിയിൽ വരുന്ന ഈ ആശാ വർക്കറുടെ ഒണേറിയമായി 7,000 രൂപയും ഇൻസെൻറ്റീവായി ലഭിക്കുന്നത് 3,260. അത് ഇൻസെൻറ്റീവ് 2,204 കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം. മൊത്തം അവർക്ക് ലഭിക്കുന്നത് 12,260 രൂപയാണ്. അതായത് ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്ന ഷീജ ആറിന് ലഭിക്കുന്ന ഒണറിയം പ്ലസ് ഇൻസെൻറ്റീവായി ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ച 12,260 രൂപയിൽ കേരളം 9,104 രൂപയും കേന്ദ്രം 3,156 രൂപയും നൽകുന്നുണ്ട് എന്നതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ഇവിടെ ഈ പണം പോരാ എന്നതാണ് എൻ്റെ ടേക്ക്. കാരണം 12,000 രൂപ കൊണ്ട് കേരളത്തിൽ, അതായത് ശരാശരി 420 രൂപ കൊണ്ട് അല്ലെങ്കിൽ 400 രൂപ കൊണ്ട് ഒരു ദിവസം ഒരു മനുഷ്യന് കഴിയാൻ സാധ്യമല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ചോദ്യം, അതവർക്ക് കിട്ടുന്നത് ശമ്പളമായിട്ടാണോ ഒണേറിയം ഇൻസെൻറ്റീവായിട്ടാണോ എന്നൊരു ചോദ്യം കൂടി നമ്മൾ ചോദിക്കണം. അപ്പോൾ ഒണേറിയം ആൻഡ് ഇൻസെൻറ്റീവാണ് എന്ന് പറയുമ്പോൾ മറ്റു ജോലികൾ ചെയ്യുന്നതിന് അവർക്ക് തടസ്സമുണ്ടോ എന്നതാണ് ചോദ്യം. വീണ ജോർജ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തൊഴിലുറപ്പടക്കമുള്ള പദ്ധതികളിൽ അവർക്ക് പണിയെടുക്കുന്നതിന് തടസ്സമില്ല എന്നാണ്. ഇതൊരു ഫുൾ ടൈം എംപ്ലോയ്മെൻ്റ് ആയിട്ട് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ കാണുന്നില്ല. കാരണം ഇതൊരു സെൻട്രൽ സ്കീമാണ്. ആ സെൻട്രൽ സ്കീമിൽ ആശാ വർക്കർമാരെ വോളണ്ടിയർമാരായിട്ടാണ് കണക്കാക്കുന്നതെന്ന് അശ്വിനി കുമാർ 2019 തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ സ്കീമിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം വിചാരിച്ചാൽ ഇവരെ തൊഴിലാളികളാക്കി മാറ്റി അവരെ സംസ്ഥാന വേജ് ബോർഡിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമോ? കഴിയില്ല എന്നതാണ് വസ്തുത. വസ്തുത അങ്ങനെ ഇരിക്കെ തൊഴിലാളികളാണ് എന്ന പരിഗണനയിലേക്ക് അവരെ മാറ്റേണ്ടതില്ല എന്നത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക? അപ്പോൾ ഇവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി ഞാൻ കരുതുന്നു. ഇവരെ അടിസ്ഥാന തൊഴിലാളികളായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അവരെ കേരളത്തിലെ മിനിമം വേജസ് ആക്ടിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും. 700 രൂപ ആ
അവർക്ക് പ്രതിദിനം അവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയിലുണ്ടാവും. കേരളത്തിൽ പണിയെടുക്കുന്ന അസംഘടിത തൊഴിലാളി വർഗത്തിന് ഒരു ദിവസം 700 രൂപ വേജസ് ആക്ടിന്റെ പരിധിയിൽ കൊടുക്കുമ്പോൾ അവരെ വേജസ് ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള സാങ്കേതിക തടസ്സം അവർ വേജസ് ആക്ടിന്റെ പരിധിയിൽപ്പെടുന്ന എംപ്ലോയീസ് അല്ല എന്നുള്ളതാണ്. അവരെ സ്കീം വർക്കേഴ്സ് എന്ന പരിഗണനയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിന്റെ സ്കീമിൽ അവരെ എന്തുകൊണ്ടാണ് തൊഴിലാളികളെ പ്രഖ്യാപിക്കാത്തത് എന്ന ചോദ്യം എന്തുകൊണ്ട് ഉയരുന്നില്ല? ദാറ്റ് ഈസ് നമ്പർ 1 ക്വസ്റ്റ്യൻ. ഈ ചോദ്യം എന്തുകൊണ്ടാണ് സമരക്കാർ ഉന്നയിക്കാത്തത്? കാരണം അവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച SUC BMS സമരം എന്ന നിലയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും, അതിനെ കാണേണ്ടി വരും. കേരളത്തിലൊരു വലിയ നന്ദിഗ്രാം പ്രതീക്ഷിച്ചു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടുത്തുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇതിൽ രേഖാ ശർമ്മ തന്നെ രാജ്യസഭയിൽ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യം ഞാനൊന്ന് പറയാം. എന്താണ് രേഖാ ശർമ്മ, BJP MP അല്ലേ, രാജ്യസഭയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഏതെങ്കിലും സംസ്ഥാനത്തിനെതിരെയാണോ രേഖാ ശർമ്മ പറഞ്ഞത്? ഐ അർജ് ദ ഗവൺമെന്റ് ടു ടേക്ക് ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് ടു അഡ്രസ് ദ ലോങ് സ്റ്റാൻഡിംഗ് ഇഷ്യൂ. Asha workers must be provided with a fixed monthly salary in addition to their incentives. പറഞ്ഞത് ഏതെങ്കിലും സംസ്ഥാന സർക്കാരിനെതിരെയല്ല, പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റിനോട്. പറയുന്നയാളുടെ പേര് BJPയുടെ ഹരിയാന MP ആയ രേഖാ ശർമ്മ. അപ്പോൾ രേഖാ ശർമ്മയ്ക്ക് ബോധ്യപ്പെടുന്നത് കേരളത്തിലെ കേന്ദ്രമന്ത്രിക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ, കേരളത്തിലെ BMSയുടെയും SUCയുടെയും സമരത്തിന് INTUCയുടെ പിന്തുണയില്ലാത്ത സമരത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ എന്തു പറയാനാണ് എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. ഇതിൽ അവരുടെ ആവശ്യം ന്യായമാണ്. പക്ഷേ ആവശ്യത്തോടൊപ്പം ഞാൻ പറയുന്നു, ഇവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കാത്തിടത്തോളം കാലം ഇവരുടെ ആവശ്യം മീറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓരോ സംസ്ഥാനങ്ങളിലും ഇത് കേരളത്തിന് മാത്രം പ്രശ്നമല്ലെന്നേ, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെയും തൊഴിലാളികളുടെ ഈ ആശാ വർക്കർമാരുടെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ തീരുമാനമുണ്ടാവണം. അതിനർത്ഥം കേരളം ഒണേറിയത്തിൽ 1000-ഓ 2000-ഓ കൂട്ടരുത് എന്നല്ല, അത് കൂട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ കൂട്ടിയ ചരിത്രമുണ്ട്. 1000-ൽ നിന്ന് 7000 രൂപയായി ഒണേറിയം പടിപടിയായി വർദ്ധിപ്പിച്ചു. പക്ഷേ നോക്കൂ, 21,000 എന്ന ഒരു തുകയിലേക്ക് 3 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കണം. അതും തൊഴിലാളികളായി പ്രഖ്യാപിക്കാതിരിക്കുന്ന ഈ ആശാവർക്കർമാരെ എന്ന് പറയുന്നതിന് പിന്നിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, നേരത്തെ അണ്ണാ ഹസാറയുടെ മോഡലിൽ ഡൽഹിയിൽ നമ്മൾ കണ്ട ഒരു ക്യാമ്പയിനുണ്ട്. ആ ക്യാമ്പയിൻ തുടങ്ങിയത് വലിയ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ ഉണ്ടാക്കും എന്ന് പറയുന്ന ഒരു വലിയ മുദ്രാവാക്യവുമായിട്ടാണ്. അതിൻ്റെ ആനുകൂല്യം ഒടുവിൽ ലഭിച്ചതാർക്കാണ്? ആ ആനുകൂല്യം കൊണ്ടുപോയത് BJP ആണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് അണ്ണാ ഹസാരെ മോഡൽ ക്യാമ്പയിനിലേക്ക് ഈ ആശാസമരം വഴിമാറുന്നുണ്ടോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നതിൻ്റെ കാരണം, അതിനു പിന്നിൽ SUCയും ഏതു സർക്കാരാണോ തീരുമാനമെടുക്കേണ്ടത് ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന മുഖ്യ പാർട്ടിയുടെ ട്രേഡ് യൂണിയനായ BMS ആ SUCയ്ക്ക് പിന്തുണയും പ്രഖ്യാപിച്ച് ആ സമരത്തിന് വരികയും INTUC ഇത് തൊഴിലാളികളെ ഒറ്റിക്കൊടുക്കുന്ന സമരമാണെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ INTUC തൊഴിലാളികളെ ഒറ്റിക്കൊടുക്കുന്ന ഒരു സമരമാണ് എന്ന് പറയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഞാനിത് സംശയിക്കുന്നത്. സ്വാഭാവികമായും ആ സംശയം അസ്ഥാനത്തല്ലെന്ന് കരുതുന്നു. കാര്യം അതിന് പിന്നിൽ രാഷ്ട്രീയം അതുതന്നെയാണ്. അതിലേതെങ്കിലും തരത്തിൽ പറഞ്ഞു, ഞാൻ നിർത്തിയിട്ട് പറയാം ഒരു നിമിഷം. അതിനേതെങ്കിലും തരത്തിൽ ഒരാത്മാർത്ഥതയുണ്ടെങ്കിൽ ആ തൊഴിലാളികളായി ഇവരെ അംഗീകരിക്കുക എന്നുള്ളൊരു മുദ്രാവാക്യം ഉയരണം എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ആ മുദ്രാവാക്യം ഉയരുന്ന ഘട്ടത്തിൽ മാത്രമാണ് ആ സമരത്തിന് രാഷ്ട്രീയമായൊരു അർത്ഥമുണ്ടാവുക. അതല്ലെങ്കിൽ അത് കേവലം കേരളത്തിലെ സർക്കാരിനെതിരെ നടത്തുന്ന ഒരു സമരമായി മാത്രം അത് മാറും. ആ അർത്ഥത്തിൽ അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. കാര്യം ഒരു വലിയ കോണ്ടെക്സ്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് നൽകുന്ന സംസ്ഥാന വിഹിതത്തിൽ 90,000 കോടിയുടെ നഷ്ടം വരുത്തുന്ന അല്ലെങ്കിൽ കുറവ് വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ നിന്നുകൊണ്ട് ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഉണറിയും കേരള സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് കൊടുത്തുകൂടെ എന്ന ലളിതമായ നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം അത്ര നിഷ്കളങ്കമല്ല എന്നാണ് എൻ്റെ ടേക്ക്. ശരി, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമാണ്. അതായത് ഈ നമ്മളൊരു വിഷയം ഉന്നയിച്ച് സമരം ചെയ്യുമ്പോൾ ആ വിഷയം ഉന്നയിക്കുമ്പോൾ ആ വിഷയം ശരിയായ വിഷയമാണെന്ന് തോന്നി നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും സമരത്തെ പിന്തുണച്ച് വന്നാൽ പിന്നെ അത് അവരുടെ സമരമായി മാറും. അതൊന്ന് BMS സമരമാണ് എന്ന് പറയുന്നത് അവരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഒരു നിമിഷം, BMSനെ പിന്തുണയ്ക്കുന്നില്ലേ? BMS പിന്തുണച്ചാൽ എന്താന്നേ? BMS മാത്രമല്ല പിന്തുണയ്ക്കുന്നത്, കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ട്, കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ട്, ലീഗ് പിന്തുണയ്ക്കുന്നു. INTUC എന്താന്നേ? ചന്ദ്രശേഖരൻ എന്ന നേതാവ് എത്ര നല്ല നേതാവാണെന്ന് അന്വേഷിച്ചാൽ മതി. INTUCയെ സ്മൃതി തള്ളി പറഞ്ഞോളൂ, ഞാൻ തള്ളി പറയില്ല. വേണ്ട, INTUCയും CITയും കേരളത്തിലെ തൊഴിലാളി വർഗങ്ങൾക്കിടയിൽ അവർ ഇപ്പോഴും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന വിശ്വാസതയുള്ള BMS എന്ന് പറയുന്ന ട്രേഡ് യൂണിയനെ സ്മൃതി അംഗീകരിച്ചോളൂ. പക്ഷേ അതിന്റെ രാഷ്ട്രീയം അംഗീകരിക്കില്ല. ഞാൻ എന്റെ വിഷയങ്ങൾ ഉന്നയിച്ച് സമരം അടിസ്ഥാന വിഷയങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുമ്പോൾ തോന്നുകയാണ് നിങ്ങളോട് വരണ്ടെന്ന് ഞാൻ പറയില്ല.
സ്മൃതിയെ എന്റെ സമരം അവർക്ക് ആയിക്കോട്ടെ, സ്മൃതിയെ കൊള്ളയടിക്കുന്ന ഒരാളും കൂടി സ്മൃതിയോടൊപ്പം നിന്ന് സമരം ചെയ്ത കേന്ദ്ര സംസ്ഥാന സർക്കാരിന് വിഹിതം നൽകുന്നില്ല, കേന്ദ്ര സംസ്ഥാന സർക്കാരിനെതിരെ സാമ്പത്തിക എന്ന വസ്തുത നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ സ്മൃതി അത് നമുക്ക് നോക്കിയേ പറ്റൂ. ഒന്നിന്റെ മറുപടി കേൾക്കൂ. ഈ സമരം ആശാവർക്കർമാരുടെ ഈ സമരത്തിന് പിന്നിലുള്ള 2 ട്രേഡ് യൂണിയൻ സംഘടനകൾ ഏതൊക്കെയാണ്? ടു ബി ഫാക്ട് അത് സ്മൃതി പറയൂ. അതിലൊന്ന് SUC-യുടെ സംഘടനയാണ്, ഞാൻ അംഗീകരിച്ചു. രണ്ടാമത്തേത് ഏതാ? BMS ആരല്ല അവിടെ സമരത്തിലിരിക്കുന്നത്. BMS ഉണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. വീണ ജോർജിന് പോവുകയും BMS-ന്റെ പ്രവർത്തകർ ഈ സമരത്തിലുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ BMS SUC സമരം എന്ന് തന്നെയാണെന്ന് പറയുക. ഇനി അതിൽ ആരൊക്കെ ഇല്ല? INTUC-യും CIT-യും ഇല്ല. ഈ വസ്തുത പറയുന്നതിൽ എന്തിനാണ് സ്മൃതിക്ക് അസ്വസ്ഥത? എനിക്കൊരു അസ്വസ്ഥതയില്ല. താങ്കൾ അംഗീകരിക്കുന്ന ഫാക്ടാണ്. ആയിക്കോട്ടെ, വീണ ജോർജ് ആധികാരികമായ രേഖ. ഇത് കത്ത് BMS-ന്റെ കത്താണ്. എന്റെ അടുത്ത BMS-ന്റെ കത്താണ്. BMS പിന്തുണച്ചോട്ടെ. നിഷ്കളങ്കമായ അടുത്ത വാദം കൂട്ടേണ്ടതാണ്, കൂട്ടുമെന്നാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ചർച്ചയ്ക്ക് പോകുമ്പോൾ ഒരു അക്ഷരം പറഞ്ഞില്ല. എത്ര കൂട്ടുമെന്നെങ്കിലും പറയുമോ മന്ത്രി എന്ന് ചോദിക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞില്ല. എന്റെ പോയിന്റ് കഴിഞ്ഞില്ല. അതവിടെ രണ്ടാമത്തത്. നിങ്ങൾ ഈ പറയുന്നല്ലോ 700 രൂപ മിനിമം വേതനം എന്ന് ആവശ്യപ്പെടുന്നു. കേന്ദ്രമാണ് ചെയ്യേണ്ടത്. ശരി, കേന്ദ്രമാണ് ഇവരെ തൊഴിലാളികളായി നിശ്ചയിക്കേണ്ടത്. ഇവരുടെ അടിസ്ഥാന ആവശ്യം ഇപ്പോൾ തൊഴിലാളികളായി നിശ്ചയിക്കലല്ലെന്നേ, ഞങ്ങൾക്ക് ഓണറേറിയം കൂട്ടിത്തരൂ എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഒരു മിനിറ്റ് പറയട്ടെ. പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ: സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയാക്കി ഉയർത്തും. അങ്കണവാടി, ആശാവർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചക തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങിയ എല്ലാ സ്കീം വർക്കേഴ്സിന്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. മിനിമം കൂലി 700 രൂപയാക്കും. അതിഥി തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ഗാർഹിക തൊഴിലാളികൾക്ക് പ്രത്യേക സ്കീമുകൾ ആരംഭിക്കും. അപ്പോൾ ഈ മിനിമം കൂലി 700 രൂപയാക്കും എന്നുള്ളത് കേന്ദ്രം നടപ്പാക്കേണ്ടതാണ് എന്ന് പറയുകയാണ് പ്രകടന പത്രികയിൽ. ഞാനിത് എന്തുകൊണ്ട് സ്മൃതി പറഞ്ഞില്ല എന്ന് ആലോചിച്ചിരിക്കുകയാണ്. LDF നിയമസഭ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക 2021. താങ്കൾ വായിച്ച പ്രകടന പത്രിക ഏതാണ്? ഞാൻ മന്ത്രി തന്നാണല്ലോ പ്രകടന പത്രിക പറയുന്നത്. LDF നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക 2021 ആണല്ലോ വായിച്ചത്. അതെ, തൊഴിൽ നയവുമായി ബന്ധപ്പെട്ടാണ് താങ്കൾ പറഞ്ഞത്. മിനിമം കൂലി 700 രൂപയാക്കുന്ന നടപടി സ്വീകരിച്ചത് മന്ത്രി വീണ ജോർജ് പുറത്തുവിട്ട തൊഴിൽ നയം. മിനിമം കൂലി 700 രൂപയാക്കുന്നില്ല നടപടി സ്വീകരിക്കും. ആ നടപടി എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ സമരം ചെയ്യുന്നതാണോ? അങ്ങനെയാണോ പ്രകടന പത്രിക പറയുക? ഒരു നിമിഷം. മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. 890 പോയിന്റ് അല്ലേ ഈ പറഞ്ഞത്? ആണല്ലോ. ആ പോയിന്റിൽ 890 പോയിന്റിനോട് തുടർന്ന് 890 എന്ന് രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്. അപ്പൊ 890-ൽ മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞത് ഈ ആശാവർക്കർമാരെ കുറിച്ചാണോ? മിനിമം കൂലി ആശാവർക്കർമാരില്ല ആണോ? ആശാവർക്കർമാരെ കുറിച്ച് പറയുന്നില്ല. അവരെ കുറിച്ചാണ്. വെറും തൊഴിലാളികൾ. മിനിമം കൂലി കേരളത്തിൽ ജോലി ചെയ്യുന്നതിന് മിനിമം കൂലി എന്താണ്? മിനിമം കൂലി വരണമെങ്കിൽ എന്താ കണ്ടീഷൻ? കേരളത്തിൽ ജോലി ചെയ്ത സംസ്ഥാന സർക്കാർ തീരുമാനിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഹരിയാനയിൽ സമരം ചെയ്യുമ്പോൾ പ്രശ്നം അവിടെ 3000-26,000 രൂപയൊക്കെ സമരം ചെയ്തില്ല. CIT 700 അല്ല, അവിടെ 3000, 26,000 ആക്കാൻ ഹരിയാനയിൽ സമരം ചെയ്തു. ഹരിയാനയിൽ 3000, 7,000 ആക്കാൻ സമരം ചെയ്തു. ഓണറേറിയത്തിനാണ് സമരം ചെയ്തത്. CIT എന്തിനാണ് സമരം ചെയ്തത്? അതെ, ഓണറേറിയം മാത്രമല്ല, 3 മുദ്രാവാക്യങ്ങളാണ്. അതിലൊന്ന് ഗവൺമെന്റ് തൊഴിലാളികളായി പരിഗണിക്കുക. ഒരു മിനിറ്റ്. ഗ്രാറ്റുവിറ്റി സമ്പ്രദായം കൊണ്ടുവരിക. ആയിക്കോട്ടെ. ശമ്പളം ആയിക്കോട്ടെ. ഓണറേറിയം 3000-ൽ നിന്ന് 26,000 ആക്കാൻ പറഞ്ഞല്ലോ. ഇവിടെ 3 ഇരട്ടിയാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. സ്മൃതി പറഞ്ഞത് നന്നായി.
തൊഴിൽ നയത്തിൽ 890 പോയിന്റിലാണ്. പ്രേക്ഷകർ ഇത് കേൾക്കണം, നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒന്നാണ്. LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞില്ല, ഞാൻ ആ പ്രകടന പത്രികയാണ് വായിക്കുന്നത്. മിനിമം കൂലി 700 രൂപയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. സ്ത്രീ പുരുഷ തൊഴിലാളികളുടെ വേതന അന്തരം കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? തൊഴിലാളികളുടെ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആശാവർക്കർമാർ എന്തല്ല? തൊഴിലാളികളല്ല. അപ്പോൾ തൊഴിലാളികളല്ലാത്ത ആശാവർക്കർമാർക്ക് നിങ്ങളെക്കുറിച്ച് LDF പ്രകടന പത്രികയിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ട് എന്ന കരുതി ഒരു തെറ്റായ വ്യാഖ്യാനം ചമയ്ക്കുന്നത് ശരിയല്ല എന്നതാണ് എൻ്റെ പക്ഷം. ഇനി ആശാവർക്കർമാരെ കുറിച്ച് പറയുന്നുണ്ട്, അത് അടുത്ത പോയിന്റാണ്. 891 അംഗൻവാടി ജീവനക്കാർ, ആശാവർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം വർക്കേഴ്സിൻ്റെയും പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് നഴ്സുമാരുടെയും കുടുംബശ്രീ ജീവനക്കാരുടെയും തുടങ്ങി എന്നിവരുടെ ഓണറേറിയം ഇടതുപക്ഷ സർക്കാർ ഗണ്യമായി ഉയർത്തിയില്ലേ? അല്ല, 500 ഭയങ്കരമാണ്. 9 വർഷമായല്ലോ. ഭയങ്കരമാണ് 7,000. അതെ, ഒരു നിമിഷം. UDF സർക്കാരിന്റെ നിങ്ങൾക്ക് UDF സർക്കാരിന്റെ കാലത്ത് സഭയിൽ 10,000 രൂപയാക്കാനുള്ള ആവശ്യം ഉന്നയിക്കാമല്ലോ സഭയിൽ, അല്ലേ? നിങ്ങൾ കേൾക്കൂ, സമാധാനമായിട്ട് കേൾക്കൂ. UDF സർക്കാരിന്റെ കാലത്ത് 1000 രൂപയ്ക്ക് ഒരു മാസം ഓണറേറിയം വാങ്ങിയിരുന്ന മനുഷ്യരാ ദിവസം 30-33 രൂപ മാത്രം. അന്നത്തെ ജോലി ഉണ്ടായിരുന്നു. ഇനി കേൾക്കൂ, ആ 33 രൂപ കൊണ്ട് ഒരു ദിവസം കഴിഞ്ഞിരുന്ന ആളുകൾ 345-ഉം 425 രൂപ കൊണ്ട് കഴിയുന്ന 10-12 വർഷത്തിന് വ്യത്യാസം ഉണ്ടാവുന്നു. ആ വർധന കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്കീമിൽ ഏതെങ്കിലും ഒരു തൊഴിലാളിക്ക് 7 മടങ്ങ് വർധനവ് ഓണറേറിയത്തിന്റെ കാര്യത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സർക്കാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സർക്കാർ നമുക്കറിയാം, ഒരു വീട്ടുജോലി ഏതെങ്കിലും ഒരു സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ടോ? എത്രയാണ് മിനിമം? വീട്ടുജോലി അല്ല ഇവർ ചെയ്യുന്നത്, അതാണ് അടുത്ത തെറ്റിദ്ധാരണ. ഇവർ ഏതോ വീട്ടുജോലി ചെയ്യാനല്ല ഇവർ പോകുന്നത്. ഇവർ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ആരോഗ്യ സേവനം ചെയ്യുന്ന ആളുകളാണ്. അവരെ വീട്ടുജോലിക്കാരികൾ എന്ന് വിളിക്കരുത്. അവരുടെ ആരോഗ്യ സേവനം ഞാൻ അതല്ല പറഞ്ഞു. വീട്ടുജോലിക്കാർക്ക് എത്രയാണ് മിനിമം കൊടുക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അസംഘടിത തൊഴിലാളികളുടെ പരിധിയിൽ അവരെ പെടുത്തണമെങ്കിൽ അവരെ തൊഴിലാളികളായി നിങ്ങൾ പരിഗണിക്കണം. എന്തൊരു സാങ്കേതികത്വമാണ് നിങ്ങൾ പറയൂ. അപ്പോൾ സാങ്കേതികത്വം തെറ്റായിട്ട് ഈ LDFന്റെ പ്രകടന പത്രിക വായിക്കുമ്പോൾ അത് കറക്റ്റാണെന്ന് പറയുമ്പോൾ സാങ്കേതികത്വം ആവുന്നത് എങ്ങനെയാ? ഈ പറഞ്ഞ പ്രകടന പത്രികയല്ലേ? രണ്ടും രണ്ടല്ലേ? എന്തിനാണ് നമ്മൾ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എന്തിനാണ് അസംഘടിത തൊഴിലാളി വർഗമായിട്ട് ആശാവർക്കർമാരെ കാണണമെന്ന് നമ്മൾ പറയുന്നത്? അതാണ് അവരുടെ അവകാശം, അതാകണം അവകാശം. അതിനെ ഒറ്റിക്കൊടുത്തുകൊണ്ട് BMSന്റെ പിന്തുണയോടുകൂടി SUCA നടത്തുന്ന ഒരു സമരത്തിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട് എന്നാണ് എൻ്റെ ടേക്ക്. അതെൻ്റെ നിലപാടാണ്. എന്നാൽ അതേസമയം അവരുടെ ആവശ്യം ന്യായമാണ്. ആ ന്യായമായ അവകാശങ്ങൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ന്യായമായി തന്നെയാണ് കൊണ്ടുവരേണ്ടത്. തിരിച്ചു വരാം, എനിക്കൊരു ഇടവേളയ്ക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അനീതിക്ക് എതിരെയുള്ള ശബ്ദമാകേണ്ടേ എന്നുള്ളതാണ്. അരുൺ സാറേ, ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങാം. ഈ ഒരു പഴയ തറവാട്ടിലെ ഒരു ഭിക്ഷക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ ഭിക്ഷക്കാരൻ്റെ മകൻ, ഈ വീട്ടിലിരിക്കുന്ന ആളുടെ മകൻ ഇറയത്തിരിക്കുന്നുണ്ട്. അതെന്ന് ചോദിച്ചാൽ എന്താ വന്നതെന്ന്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും വിഷയമായിരുന്നു പറഞ്ഞു. ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം ഈ വിഷയം തിരിച്ചു പോകണപ്പോൾ വീട്ടിൽ നിന്ന് കാർന്നൂർ ഇറങ്ങി വന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കാർന്നൂർ പറയും എവിടെയൊന്നുമില്ല, പൊയ്ക്കോന്ന്. ഇതുപോലെയാണ് ഇപ്പം ഇന്നലെ നടന്നത്. ആദ്യം NHM ഡയറക്ടർ വരെ വിളിച്ചു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് പറഞ്ഞു? ഈ എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാം കേട്ടു. ഇവിടെയൊന്നുമില്ല, ഞങ്ങളുടെ ഈ പൈസയൊന്നുമില്ല, കാരണം ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഞങ്ങൾ നടക്കുന്നത്. തിരിച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോഗ്യമന്ത്രി വിളിച്ചു, ഇങ്ങോട്ട് വാ. എന്നിട്ട് പറഞ്ഞു ഇവിടെയൊന്നുമില്ല, ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണ് സാറേ. അവരാകെ ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? ഓർഡിനറി ആണ്. 7,000 രൂപയാണത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കൂട്ടിക്കൊടുക്കണമെന്ന് പറയും. നമുക്ക് സാമാന്യ രീതിയിൽ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? ഈ 350, 399 രൂപ, 400 രൂപ എന്നൊക്കെയാണല്ലോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ 30 ദിവസം പണിയെടുത്താൽ 12,000 രൂപ അതാണല്ലോ കിട്ടുക മാക്സിമം പോയാൽ. അത് പോരാ എന്നുള്ളതാണല്ലോ അവരുടെ ആവശ്യം. അത് പോരാ, ഞങ്ങൾക്ക് 12,000 ആയാലും പോരാ, ഞങ്ങൾക്ക് അതിനേക്കാളും കുറച്ചും കൂടെ പണം കൂടുതൽ വേണം. കേരളത്തിലെ ജീവിത സാഹചര്യങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് അത്രയും പണമെങ്കിലല്ല അത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. 450 ആൾക്കാർ അവിടെ സമരം ഇരിക്കുന്നു. 450 ആൾക്കാർ SUCAയോ BMSോ INTUCയോ CITയോ ആരെങ്കിലും ആവട്ടെ, അവർ കേരളത്തിലെ ആശാവർക്കർമാരാണല്ലോ. 450 പഞ്ചായത്ത് വാർഡുകളിൽ കൂടി പണിയെടുക്കുന്നവരാണല്ലോ. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരുണ്ടല്ലോ. അത് LDFൻ്റെ സർക്കാർ മാത്രമല്ലല്ലോ, CPMമാരുടെയോ CPIക്കാരുടെയോ സർക്കാർ മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ LDFൻ്റെ ഘടകകക്ഷികളുടെ മാത്രം സർക്കാരല്ലോ, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ സർക്കാരാണ്. 450 വാർഡുകളിൽ പണിയെടുക്കുന്ന ഈ ആശാ വർക്കർമാർക്ക് 450 പേര് പോയിട്ട് 40 പേര് സമരം നടത്തിയാലും അത് അവധാനതയോടുകൂടി കേൾക്കാനുള്ള മര്യാദ ആർക്കുണ്ടാവണമായിരുന്നു?
ഈ പറയുന്ന വീണ ജോർജ് എന്ന് പറയുന്ന ഈ മന്ത്രിക്ക് ഉണ്ടാവണമായിരുന്നു. ആ മന്ത്രി അത് അത്രയധികം അവധാനതയോട് കൂടിയിട്ടാണോ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഡൽഹിയിൽ ചെന്ന് പറയൂ എന്ന് പറയുന്നു. അത് വിശ്വസിക്കുന്നുണ്ടല്ലോ കേരളത്തിലെ ജനങ്ങൾ. എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തെ വിശ്വസിക്കുന്നത്. അവരത് ഡൽഹിയിൽ പോകുന്നു. ഡൽഹിയിൽ പോകുമ്പോൾ എന്താണ് അവസ്ഥ? ഡൽഹിയിൽ പോകുമ്പോൾ ക്യൂബ പ്രധാനമന്ത്രിയെ കാണാനാണ് പോകുന്നത്. അവിടെ ചെന്ന് അവർ മലബാർ ക്യാൻസർ സെൻ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. അവിടെ എന്നിട്ട് എന്ത് പറയുകയാണ്? അവിടെ ചെന്നപ്പോൾ എനിക്ക് സമയം കിട്ടിയില്ല, നദ്ദയുടെ സമരം കിട്ടിയില്ല. നദ്ദ എന്ന് പറയുന്ന ആരാണ്? BJPയുടെ നാഷണൽ പ്രസിഡൻ്റാണ് അല്ലേ? BJPയുടെ അധ്യക്ഷനാണ്, ആരോഗ്യമന്ത്രി കൂടിയാണ്. അദ്ദേഹത്തോട് ഇന്നലെ സമയം ചോദിച്ചിട്ട് ഇന്ന് രാവിലെ കാണാം എന്ന് പറഞ്ഞാൽ സമയം കിട്ടില്ല എന്ന് സാമാന്യം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഞാൻ അവിടെ പോയി കിട്ടിയിട്ടില്ല എന്ന് പറയുക. പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? ഈ ഇത്രയും വലിയ സമരം നടക്കുമ്പോൾ ക്യൂബൻ ഉപപ്രധാനമന്ത്രിയെ കാണാൻ പോകുക പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ എന്താ ചർച്ച പറയുക? അപ്പോൾ അതിൻ്റെ കൂടെ ആശാ വർക്കർമാരെ കൂടെ കെട്ടിയിട്ട് അങ്ങ് പോയി ഡൽഹിയിലേക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് ഈ ക്യൂബൻ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അവരെ സമയം കിട്ടില്ല, ഇനിയും കാണാൻ പോകും. അതിപ്പോൾ ഇവർ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന്. അവിടുന്ന് ഇവിടുത്തെ BJPൻ്റെ നേതാക്കന്മാരും സുരേഷ് ഗോപിയും V മുരളീധരനും അതുപോലെ BJPൻ്റെ നേതാക്കന്മാരെല്ലാം ഈ ആശാ വർക്കർമാരുടെ കാര്യം പറഞ്ഞ് ഡൽഹിയിലേക്ക് ഓൾറെഡി പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടതല്ല ഇവരുടെ ആവശ്യം. എന്താ ഞാൻ പറയുന്നത്? ഈ കേസിൻ്റെ അകത്ത് കോൺഗ്രസ് ഇടപെട്ടിട്ടുണ്ട്. ഈ കേസിൻ്റെ ഈ പറയുന്ന സമരത്തിനിടയ്ക്ക് BJP ഇടപെട്ടിട്ടുണ്ട്, BMS ഇടപെട്ടിട്ടുണ്ട്. BMSും BJPയും ചെയ്യേണ്ട പണി എന്താ? കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ വേണ്ടിയല്ല ചെയ്യേണ്ടത്. അത് ആദ്യം അവർ മേടിച്ച് കൊടുക്കട്ടെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ കോൺഗ്രസ്സുകാർ സമരം ചെയ്യുന്നത് എവിടേക്ക് വേണ്ടിയിട്ടാണ്? ഈ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും കേന്ദ്രത്തിന് വേണ്ടി എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന കോൺഗ്രസ്സുകാർ സമരം ചെയ്യേണ്ടത്. കേരളത്തിലെ സർക്കാർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എന്താ അറിയോ? ഈ പറഞ്ഞ മിനിമം വേജസ് എന്ന് പറയുക 700 രൂപ എന്ന് പറയുന്ന പണം ഉണ്ടല്ലോ, 21,000 രൂപ. അതാണ് അവർ പറയുന്നത്. മിനിമം വേജസായി 700 രൂപ വെച്ച് 30 ദിവസം ഞങ്ങളുടെ പണം എന്ന് പറയുന്നത് 21,000 ആണ്. ആ 21,000-ത്തിലേക്കെങ്കിലും ഞങ്ങളെ ഉയർത്തി തരണം എന്ന് പറയുന്നു. അത്രയെങ്കിലും അതും കൂടെ കുറച്ചിട്ട് ഇവർ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഒരു മാന്യമായ ഡിസ്കഷൻ അത് വെച്ചിട്ട് അത്യാവശ്യം ഒരു 12,000, 14,000, 15,000 റേഞ്ചിലേക്ക് ഇത് മൊത്തം കിട്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്ത് കൊടുത്താൽ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നതല്ലോ. അരുൺ സാർ പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ അണ്ണാ ഹസാരെ 2011 തിരുവനന്തപുരത്ത് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ സമരം നടത്തുമ്പോൾ എന്താ പറയുക, അഴിമതിക്കെതിരെയാണ് സമരം നടത്തിയത്. ആ അഴിമതിക്കെതിരെ സമരം നടത്തിയപ്പോൾ കേരളത്തിലുള്ള വിദ്യാർത്ഥികളും ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികളും പ്രായമായവരും ജനങ്ങളും രാഷ്ട്രീയക്കാരും അയാളുടെ പുറകിലാണെന്നിരുന്നു. എന്തിനാണെന്നറിയോ? ഈ പൊതു അഴിമതിക്കെതിരെയായിരുന്നു ബില്ലിന് വേണ്ടിയിട്ടായിരുന്നു അവരെ സമരം നടത്തിയത്. ആ പൊതു അഴിമതി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ, അതേ ശക്തി ഈ കേരളത്തിൽ ഈ സമരത്തിന് വരും. എങ്ങനെയാണ് സമരത്തിന് വരികയെന്നറിയോ? അമ്മമാർ നിരന്നിരുന്ന് സമരം നടത്തുകയാണ്, നിരാഹാര സമരം നടത്തുകയാണ്. ഈ അമ്മമാരുടെ നിരാഹാര സമരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കാരുണ്യമുള്ളവരാണ് മലയാളികൾ എന്നുള്ളത്. ആ കാരുണ്യത്തിൻ്റെ പുറകെ മലയാളി പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് സർക്കാർ അനുഭവിക്കും. അത് ബുദ്ധിപൂർവ്വം ഇതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ ഇതൊക്കെ നല്ല രീതിയിൽ ബാധിക്കും. അതിൻ്റെ ഒരു കേളികൊട്ടാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ മനസ്സിലാക്കിയാൽ മതി. കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ CITU-നൊപ്പം BMS-ഉം പങ്കെടുത്ത സമരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇത് സമരം ഞാൻ ഈ BMS-ൻ്റെയും BJP-ൻ്റെയും സമരത്തിനോടൊന്നും ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നില്ല. കാരണം ഒറ്റ കാരണം കൊണ്ടാണ്. എന്താണ്? അവർ ആ കേന്ദ്രത്തിൽ നിന്നുള്ളത് ആദ്യം മേടിച്ചു കൊടുക്കട്ടെ, എന്നിട്ട് ഇവിടെ വന്നിട്ട് സമരം നടത്തിക്കോട്ടെ. അതിനൊന്നും ഞാൻ അതിന് സമ്മതിക്കുന്നില്ല. ഈ SUCI സമരം നടത്തുന്നതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ എന്താണ്, അവിടെ 450 അമ്മമാർ അവിടെ നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുന്നതിൻ്റെ വിഷമം സർക്കാർ മനസ്സിലാക്കിയാൽ തീർക്കുക എന്നുള്ളതാണ്. അതിനൊരു ന്യായമായ കൈകാര്യം ചെയ്തിട്ട് തീരുന്ന കേസേ അതുള്ളൂ. അല്ലാതെ 21,000-ലേക്ക് എത്ര കേസ് അത് വരില്ല. മിനിമമായി സംസാരിച്ചാൽ തന്നെ ആ പ്രശ്നം തീരും. അത് സംസാരിക്കാനുള്ള പക്വത ഈ പറയുന്ന ആരോഗ്യമന്ത്രിക്ക് ഉണ്ടാവണം. അല്ലാതെ ഇവിടെ ചെന്നിട്ട് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഡൽഹിയിൽ പോയി പത്രക്കാർ സംസാരിച്ചല്ലോ. അപ്പം എന്താണ് ഈ സമരം തീരാത്തതെന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിയോട് ചോദിക്കണം. ആരോഗ്യമന്ത്രിയോട് പറയാം, ഞങ്ങൾ അവരോട് സമരം അവസാനിപ്പിക്കാൻ പറഞ്ഞു, അവർ കേട്ടില്ല. ഇതാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ അവരോട് എന്ത് പറയാനാണ്? അത് തീർത്താൽ അവർക്ക് കൊള്ളാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അനീതിയോട് ശബ്ദിക്കേണ്ട എന്നായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.